പൗരത്വ ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ വിവിധ അപേക്ഷകളിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. ഏപ്രിൽ 8-നകം നോട്ടീസിന് മറുപടി നൽകാനാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്റ്റേ ആവശ്യത്തിൽ ഏപ്രിൽ 9-ന് വിശദമായി വാദം കേൾക്കുവാനും സുപ്രീം കോടതി തീരുമാനിച്ചു. പൗരത്വ ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെ നിയമവുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണമെന്ന് ഹർജിക്കാർ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ നിയമവുമായി ബന്ധപ്പെട്ട നടപടികൾ താൽക്കാലികമായി പോലും നിർത്തിവെക്കാൻ വേണ്ടി കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം നിയമം നടപ്പിലാക്കുന്നതിനാവശ്യമായ കമ്മിറ്റികൾ പോലും ഇതുവരെയും രൂപീകൃതമായിട്ടില്ല എന്ന് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ചൂണ്ടിക്കാട്ടി. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സ്റ്റേ ആവശ്യം നേരത്തെ തന്നെ സുപ്രീം കോടതി തള്ളിയിരുന്നുവെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്ന് കോടതിയിൽ വാദിച്ചു. 2020 ജനുവരിയിലാണ് സ്റ്റേ ആവശ്യം തള്ളിയതെന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ വാദം. എന്നാൽ ഈ വാദം മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബലും അഭിഭാഷകൻ ഹാരിസ് ബീരാനും തള്ളി. വിജ്ഞാപനമാകാത്തതിനാൽ തങ്ങൾ ഇതുവരെയും സ്റ്റേ ആവശ്യം ഉന്നയിച്ചിട്ടില്ലായിരുന്നുവെന്നാണ് ഇരുവരുടെയും വാദം. തുടർന്ന് സ്റ്റേ ആവശ്യം തള്ളിയിരുന്നില്ല എന്ന് മുന്നുത്തരവ് പരിശോധിച്ച കോടതിക്ക് ബോധ്യമായി. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമ്പോൾ ഹർജിക്കാർക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നായിരുന്നു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ മറ്റൊരു ചോദ്യം. CAA ആർക്കും പൗരത്വം നഷ്ടമാകില്ല. CAA-യും NRC-യും വ്യത്യസ്ത വിഷയങ്ങളാണ്. NRC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലില്ല എന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി. പൗരത്വം ലഭിക്കുന്നവർക്ക് വോട്ടവകാശം ലഭിക്കുമെന്നതാണ് തങ്ങളുടെ വിഷയമെന്ന് ഹർജിക്കാരിൽ ഒരാൾക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് ചൂണ്ടിക്കാട്ടി. അതേസമയം നൽകിയ പൗരത്വം തിരിച്ചെടുക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ് തങ്ങളുടെ വിഷയമെന്ന് മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബലും ചൂണ്ടിക്കാട്ടി. കാർഷിക നിയമങ്ങൾക്കെതിരായ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വേളയിൽ നിയമം നടപ്പാക്കുന്നത് കോടതി മരവിപ്പിച്ചിരുന്നു. സമാനമായ രീതിയിൽ CAA-യുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കണമെന്ന ആവശ്യവും ഇന്ന് സുപ്രീം കോടതിയിൽ ഉയർന്നു. മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിസ്സ എന്ന സംഘടനയുടെ അധ്യക്ഷ VP സുഹറയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കാളീശ്വരം രാജാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ ഈ ആവശ്യത്തെ കേന്ദ്രം ശക്തമായി എതിർത്തു. കോടതിയും അനുകൂലമായി പ്രതികരിച്ചില്ല. CAA ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ അന്തിമ തീർപ്പുണ്ടാകുന്നതിന് മുമ്പ് പൗരത്വം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചാൽ അത് ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാനുള്ള അധികാരം വേണമെന്ന് ലീഗിൻ്റെ അഭിഭാഷകർ ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. അതേസമയം പൗരത്വം നൽകുന്നതിന് വ്യത്യസ്ത കമ്മിറ്റികൾ രൂപീകൃതമാകേണ്ടതുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടി. ത്രിതല സംവിധാനമാണ് പൗരത്വം സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടതെന്ന് കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കി. പൗരത്വ ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ ഏപ്രിൽ 8-നുള്ളിൽ മറുപടി നൽകാനാണ് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏപ്രിൽ 9-ന് ഈ ആവശ്യത്തിൽ സുപ്രീം കോടതി വിശദവാദം കേൾക്കും. ഹർജികൾ ഭരണഘടനാ ബെഞ്ചിന് വിടണമോ എന്ന കാര്യത്തിലും ഏപ്രിൽ 9-ന് സുപ്രീം കോടതിയിൽ നിന്ന് തീരുമാനമുണ്ടായേക്കും.